ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ വ്യാപാര ശക്തികളായിരുന്നു അമേരിക്കയും റഷ്യയും. ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആയുധ വ്യാപാരത്തിൽ റഷ്യ ഒരുപാട് പുറകിലേക്ക് പോയി. 92% റഷ്യയുടെ ആയുധ കയറ്റുമതി ഇടിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് റഷ്യയുടെ ആയുധ കയറ്റുമതി മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ലോകത്തൊരു സ്പേസ് ഉണ്ട്. ഈ റഷ്യൻ ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങും? അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏത് തരം രാജ്യങ്ങളാണ് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരുന്നത്? ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് അമേരിക്കയോട് തീരെ താല്പര്യമില്ലാത്ത രാജ്യങ്ങൾ. അമേരിക്കയോടും വെസ്റ്റേൺ രാജ്യങ്ങളോടും ഒട്ടും താല്പര്യമില്ലാത്ത രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങും. ഉദാഹരണത്തിന് ഇറാനെയൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആയുധങ്ങൾ കൊടുക്കാത്ത ഒരു കൂട്ടരുണ്ട്. ആ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങും. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റഷ്യൻ ആയുധങ്ങൾ അമേരിക്കൻ ആയുധങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവുള്ളത് കൊണ്ട് വാങ്ങുന്ന രാജ്യങ്ങളാണ്. നാലാമതൊരു കൂട്ടരുണ്ട്, റഷ്യൻ ആയുധങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറെ കൂടെ ഇളവുകളും ചെറിയ രീതിയിലുള്ള സപ്പോർട്ടും യു എസിനെ അപേക്ഷിച്ച് കിട്ടും. ഈ യു എസിന്റെ ആയുധങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് റെസ്ട്രിക്ഷൻ ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും അമേരിക്കയുടെ ഒരു കണ്ണുണ്ടാവും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് യു എസിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടം രാജ്യങ്ങൾ. ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് റഷ്യയെ പ്രധാനമായും ആശ്രയിക്കുന്നത്. അങ്ങനെ റഷ്യയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇപ്പോ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. അതിന്റെ പ്രധാന കാരണങ്ങൾ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉൾപ്പെടെ റഷ്യയുടെ മേൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങളാണ് ഒന്നാമത്തെ കാര്യം. കാരണം യുക്രൈനെതിരെ റഷ്യ നടത്തുന്നതിനെ അധിനിവേശമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ മേൽ ഉപരോധങ്ങളുണ്ട്. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ എക്കണോമിക് സാങ്ഷൻസ് നേരിടേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ട് പല രാജ്യങ്ങളും വാങ്ങുന്നില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ തന്നെ തികയുന്നില്ല. റഷ്യ വർഷങ്ങളായിട്ട് യുദ്ധത്തിലാണ് ഇപ്പോൾ. അപ്പൊ റഷ്യയ്ക്ക് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഷോർട്ടേജ് ഉണ്ട്. റഷ്യയിലേക്ക് പലതരത്തിലും കയറ്റുമതി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ആയുധങ്ങൾ നിർമ്മിക്കണമെങ്കിലും റഷ്യയിലേക്ക് അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാർട്സുകൾ, അസംസ്കൃത വസ്തുക്കൾ, സ്റ്റീല് തുടങ്ങിയ കാര്യങ്ങൾ റഷ്യക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വരും. ഈ ഉപരോധങ്ങൾ നിലനിൽക്കുന്ന കാരണം ഒരു രാജ്യത്തിനും റഷ്യയിലേക്ക് ഇത് കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ചില കമ്പനികൾ ഉപരോധം വകവയ്ക്കാതെ റഷ്യയിലേക്ക് സ്റ്റീല് കയറ്റുമതി ചെയ്തു. അപ്പൊ ഈ സ്റ്റീല് മിസൈൽ ഉണ്ടാക്കാനും മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനും റഷ്യ ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തു? ഈ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. ഇന്ത്യൻ കമ്പനികൾ അത് വകവെച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പല കമ്പനികളും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്ക് റഷ്യയിലേക്ക് പ്രോഡക്റ്റുകൾ കൊടുക്കാൻ ഒരു പേടി കാണും. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഉപരോധം വരുമോ എന്നുള്ള പേടി. അപ്പൊ അതുകൊണ്ട് റഷ്യക്ക് ആവശ്യമായിട്ട് അസംസ്കൃത വസ്തുക്കളൊന്നും കിട്ടുന്നില്ല. ആയുധങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ അത് കാരണം റഷ്യ ആയുധ നിർമ്മാണത്തിൽ കുറച്ച് പുറകിൽ പോയി. അപ്പൊ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാമെന്ന് ഏതെങ്കിലും രാജ്യം തീരുമാനിച്ചാൽ പോലും ഉണ്ടാക്കി കൊടുക്കാൻ റഷ്യക്ക് പറ്റാത്തൊരു സ്ഥിതിയും കൂടി ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു വലിയ സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നത്. ആ സ്പേസിലേക്ക് ഏത് രാജ്യം വരും? ചൈന വരുമോ? ഇന്ത്യ വരുമോ? അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നടന്ന യുദ്ധം വളരെ പ്രധാനമായിട്ടും ഒരു ഘടകമായി മാറുന്നത്. ഈ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യങ്ങൾക്ക് ഒന്നുകിൽ ചൈനയിൽ നിന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാം. ചൈനയുടെ കേസ് എടുത്താൽ ചൈന മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയെക്കാൾ വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആയുധങ്ങളുടെ എണ്ണം എത്രയാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ചൈനയ്ക്ക് പറ്റും. ആ വേഗത നിലവിൽ എന്തായാലും ഇന്ത്യക്കില്ല. പക്ഷെ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരത്തെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് മാത്രമാണ് ആയുധ ഉൽപാദനം നടത്തിയിരുന്നതെങ്കിൽ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൂടെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ ഇന്ന് ഡിഫൻസ് രംഗത്തും ഇന്ന് ഭാഗമാണ്. ഉദാഹരണത്തിന് റിലയൻസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ മഹീന്ദ്ര, അതുപോലെ അദാനി ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പ്, L&T, അങ്ങനെ ഒരുപാട് കമ്പനികൾ, പ്രത്യേകിച്ച് രാജ്യത്തെ വമ്പൻ കമ്പനികളെല്ലാം തന്നെ ഒരു സബ്സിഡറി കമ്പനിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ഫോം ചെയ്തിട്ടോ ഡിഫൻസ് രംഗത്ത് കൂടി എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആർട്ടിലറി ഷെൽസ് ഉണ്ടാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, മിസൈൽ മാനുഫാക്ചറിങ് രംഗത്തായിക്കോട്ടെ, ഈ ഇന്ത്യയുടെ പ്രൈവറ്റ് കമ്പനികൾ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ DRDO ആണെങ്കിലും അല്ലെങ്കിൽ HALനെ ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യാണ്. ഇതിലൂടെ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതിലൂടെ കയറ്റുമതി നമുക്ക് എളുപ്പത്തിൽ നടത്താനും സാധിക്കും. അപ്പൊ ഇന്ത്യ ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ്, ആ സ്പേസിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ കസ്റ്റമേഴ്സിനെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടുത്തൊന്നും ഈ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വാങ്ങാം. പക്ഷെ വിശ്വസിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ നടന്ന സമയത്ത് പാകിസ്ഥാൻ ഒരുപാട് ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു.
അതൊന്നും വിജയം കണ്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ തടയാനും പാകിസ്ഥാന് കഴിഞ്ഞില്ല. പാകിസ്ഥാന്റെ കയ്യിലുള്ള പല മിസൈലുകളും ചൈനീസ് നിർമ്മിത മിസൈലുകളാണ്. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ചൈനീസ് നിർമ്മിത എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ്. ഇതെല്ലാം ഫെയിലായി പോയി. പാകിസ്ഥാൻ മിസൈലുകളെ ഇന്ത്യ ഫലപ്രദമായി തടഞ്ഞു. പാകിസ്ഥാന്റെ എയർബേസുകൾ അടക്കം തകർത്തു, അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ് തകർത്തു, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് തകർത്തു. അതെല്ലാം ചൈനീസ് മെയ്ഡ് ആയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ആയുധങ്ങൾ ചൈനീസ് ആയുധങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി മികച്ചതാണെന്ന വിലയിരുത്തൽ ഇപ്പൊ ലോക രാജ്യങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെ പ്രമുഖ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ കസ്റ്റമേഴ്സ്. റഷ്യയ്ക്കും ഈ റഷ്യൻ കസ്റ്റമേഴ്സ് ചൈനയിലേക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ഒരു ഗുണവുമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഇന്ത്യയുമായിട്ട് ലോങ് ടേമിലേക്ക് ആയുധ വ്യാപാരവും ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ റഷ്യയ്ക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ ബ്രഹ്മോസ് മിസൈൽ തന്നെ ഇന്ത്യയും റഷ്യയും ചേർന്നാണല്ലോ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ മറ്റൊരു രാജ്യത്തിന് വിൽക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഉറപ്പായും റഷ്യയ്ക്കും കിട്ടും. അപ്പൊ ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടുണ്ടാക്കുന്ന പ്രോജക്റ്റുകളിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ബെനിഫിറ്റ് റഷ്യയ്ക്കും കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റഷ്യൻ എക്കണോമിക്ക് ഗുണവുമാണ്. ഇത് റഷ്യയ്ക്ക് നന്നായിട്ടറിയാം. പൂർണ്ണമായും റഷ്യയെ കോപ്പി ചെയ്ത് റഷ്യയുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ കോപ്പി നിർമ്മിച്ച് മറ്റു പേരുകളിൽ വിൽക്കുന്ന ചൈനയെ അപേക്ഷിച്ച് റഷ്യയുമായിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഡീൽ ചെയ്യുന്ന ഇന്ത്യയാണ് റഷ്യക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയും അവരുടെ ബയേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനെ കൂടുതലും ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാൻ തന്നെയായിരിക്കും പ്രോത്സാഹിപ്പിക്കുക എന്ന് നമുക്ക് കരുതാം. എന്തായാലും റഷ്യക്ക് ഇപ്പോൾ ആയുധങ്ങൾ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായും ചൈനയേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഇന്ത്യ ആണെന്ന് ഈ രാജ്യങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യൻ ആയുധങ്ങൾ കുറെ കൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള ആയുധങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും രണ്ട് മേജർ ശക്തികൾക്കെതിരെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളാണ്. അപ്പൊ അത് ഒട്ടും മോശമാകില്ല എന്ന് ലോക രാജ്യങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ആയുധ കച്ചവടം നടത്താനുള്ള സാധ്യത ഈ വർഷം തൊട്ട് അങ്ങോട്ട് കൂടുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.